അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലബാറിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മലബാർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത്, മാത്രമല്ല എങ്ങനെയാണ് കേരളക്കര ഒന്നാകെ ബ്രിട്ടീഷുകാരുടെ കീഴിലായത് എന്നുള്ള ആ ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് നമ്മുടെ മൂന്നാം മൈസൂർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി വഴി എന്ത് ചെയ്യാണ്, വയനാട് ഒഴിച്ചിട്ടുള്ള മലബാർ, കൊച്ചി, കുടക് എന്നിവയുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ടിപ്പു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വയനാട് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ മുകളിലുള്ള ഏരിയയും ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അപ്പോൾ മലബാർ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കമ്മീഷണറെ നിയമിക്കുകയാണ്. ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേജർ ഡോവിനെയും ഫാർമറിനെയാണ് നിയമിക്കുന്നത്. നമുക്ക് ഡോ ഫാർമർ എന്ന് നമുക്കൊരു കോഡായിട്ട് വേണേൽ വിളിക്കാം. ഡോവും ഫാർമർ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ഇവരെ കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. ശേഷം 1792 തന്നെ ഒരു ജോയിൻറ്റ് കമ്മീഷണർ, അതെന്ന് പറയുന്നത് ആരാണ്, ജോനാഥൻ ഡങ്കനും ചാൾസ് ബോഡാമുമാണ്. അത് പോഡാ ഡിങ്ക എന്ന് നമുക്ക് വേണമെങ്കിൽ കോഡിൽ പറയാം. അപ്പം ഇവരെ ജോയിൻറ്റ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. അപ്പം ഇവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് മലബാറിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി മലബാറിനെ നോക്കുകയാണെങ്കിൽ 1793 മാർച്ച് 30 ഒക്കെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു സ്കൂളൊക്കെ പൂട്ടുന്ന ഒരു സമയം മാർച്ച് ലാസ്റ്റാലേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. 1793 മാർച്ച് 30 മലബാറിന് എന്ത് ചെയ്യാണ്, വിഭജിക്കുകയാണ്. അതായത് നോർത്ത് മലബാർ എന്നും സൗത്ത് മലബാർ എന്നും വിഭജിക്കുകയാണ്. നോർത്ത് മലബാറിന് തലശ്ശേരിയാണ് കേന്ദ്രം, സൗത്ത് മലബാറിന് ചെർപ്പളശ്ശേരിയും. പിന്നീട് ഈ ജോയിൻറ്റ് കമ്മീഷണർമാരുടെ പരിഷ്കാരത്തിൽ, അതായത് ജോനാഥൻ ഡങ്കൻ, ചാൾസ് ബോഡാമിൻ്റെ ആ ഒരു ജോയിൻറ്റ് കമ്മീഷണർ റിപ്പോർട്ടില്ലേ, അത് പ്രകാരമുള്ള പരിഷ്കാരങ്ങളുണ്ട്. അത് ഒന്നാമത്തത് കുരുമുളക് കുത്തക തന്നെയായിട്ട് നിൽക്കും, പക്ഷേ മറ്റ് സാധനങ്ങളൊക്കെ സ്വതന്ത്ര വ്യാപാരം അനുവദിക്കും. പിന്നീട് മൂന്നാമത്തത് അടിമ കച്ചവടം നിരോധിച്ചിട്ട് 1792 വിളംബരം പുറപ്പെടുവിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ മലബാറിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മലബാറിനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ബോംബെ പ്രവിശ്യയിൽ നിന്ന് മാറ്റിയിട്ട് മദ്രാസി പ്രവിശ്യയിലാക്കുന്നുണ്ട്. 1800 മുമ്പ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെന്തായിരുന്നു, ബോംബെ പ്രവിശ്യയുടെ ഒപ്പമായിരുന്നു മലബാറിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി മദ്രാസ് പ്രവിശ്യയുടെ കീഴിലേക്ക് മാറ്റുന്നത് 1800 മെയ് 20 ആ ഡേറ്റ് മറക്കരുത്. മെയ് 20 മദ്രാസി പ്രവിശ്യയിലേക്ക് മാറ്റുന്നത്. ഈ ഒരു 1800 കാലഘട്ടത്തിൽ തന്നെയാണ് കൊച്ചിയെയും മദ്രാസിൻ്റെ കീഴിലാക്കുന്നത്. അപ്പം കൊച്ചിയും മലബാറും മദ്രാസിൻ്റെ കീഴിലാക്കുന്നത് 1800 അതിൽ പെർട്ടിക്കുലർലി മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 20. ഇനി കമ്മീഷണർമാർക്ക് ശേഷം പിടിച്ചുവിടുന്നുണ്ട്. ഇനി മലബാറിലെ അവിടെ കളക്ടറായിട്ട് മക്ലോയിഡ് വരുന്നത് 1801 ഒക്ടോബർ 1 1801 ഒക്ടോബർ 1 മക്ലോയിഡ് ഭരണം നടത്തുന്നു. ഇനി നമ്മൾ ചെറിയൊരു ടേബിളാണ് നോക്കുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഏതൊക്കെ വർഷങ്ങളിലാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നത്. ആദ്യം മലബാറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വഴി കിട്ടുന്നു. പിന്നെ 1800 മലബാറിനെ മദ്രാസിനോട് ചേർക്കുന്നു. കൊച്ചിയുടെ നോക്കുകയാണെങ്കിൽ 1791 ബ്രിട്ടീഷുകാരായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഒരു വർഷം മുമ്പ് 1791 അത് അങ്ങനെ കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറുന്നുണ്ട്. 1800 കൊച്ചി മദ്രാസിൻ്റെ കീഴിലാവുന്നു. തിരുവിതാംകൂറിൽ വരികയാണെങ്കിൽ 1795 വരുന്നുണ്ട്. 95 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. 1805 എന്താവുന്നു, ബ്രിട്ടീഷുകാരായിട്ട് വേറൊരു ഉടമ്പടി നടക്കുന്നു. അത് പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറുന്നു. അപ്പം തിരുവിതാംകൂറിൻ്റെ കേസിൽ 1795 1805 എന്നാൽ മലബാറിൻ്റെ കേസിൽ 1792 800, കൊച്ചിയുടെ കേസിൽ 1791 800. ഇത്രയാണ് നമ്മൾ മലബാറിനെ കുറിച്ച് പഠിക്കുന്നത്.